നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഷോർട്സ് ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ സൂലോട്ടാണ് പോണത്. ഇക്കുന്റെ പാരന്റ്സ് ഹൈദരാബാദിൽ വന്നത് നിങ്ങൾക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പൊ അവരെയും കൊണ്ടിട്ട് ഹൈദരാബാദ് ചുറ്റി കാണാനാണ് വന്നത്. അങ്ങനെ നമ്മൾ സൂവിന്റെ പാർക്കിങ്ങിൽ വന്നിറങ്ങിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യണ നേരം കൊണ്ട് ഞാൻ പോയിട്ട് ടിക്കറ്റ്സ് ഒക്കെ എടുത്തു. ഇന്നൊരു ഹോളിഡേ ആയതുകൊണ്ട് തന്നെ സൂല് നല്ല തിരക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടേക്ക് ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതായത് ഈ കുപ്പി പ്ലാസ്റ്റിക് ഒക്കെ ഒഴിവാക്കിയിട്ട് പാത്രങ്ങളിലൊക്കെ ഫുഡ് കൊണ്ടുവരാണെങ്കിൽ അവർ അലോ ചെയ്യും ഉള്ളിലേക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സ്ഥലം ഉണ്ടോന്ന് ഇരുന്ന് റിലാക്സ് ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഓരോ ആൾക്കാരായിട്ട് കാണാൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കഷ്ടകാലം എന്ന് പറയാലോ, നമ്മൾ കാണാൻ വന്ന ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഗുഹേൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. ഒരാൾക്ക് ഒരു ഉഷാറും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ലക്ഷ്യമില്ലാണ്ട് അങ്ങനെ നടന്നു. അപ്പോൾ ദേ മുന്നിൽ ഒരു വലിയ മൈതാനം. ആ മൈതാനത്തിൽ കുറേ ഒട്ടക പക്ഷികൾ മാനുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നതാ ഈ ഹൈനനെ കാണാനാണ്. ഫസ്റ്റ് ആളെ തീരെ കണ്ടില്ല, ആള് ഗുഹയിലൊക്കെ ആയിരുന്നു. നമ്മളെ കണ്ടിട്ട് പാവം തോന്നിയിട്ടാ തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് പുറത്തേക്ക് വന്നു. അങ്ങനെ എനിക്ക് 2-3 ക്ലിക്സ് കൊടുക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ നടന്ന് പോണത് എങ്ങോട്ടാന്നറിയോ? നമ്മുടെ കാട്ടിലെ രാജാവിനെ കാണാൻ. ആള് ആക്റ്റീവാന്ന് അവിടെയുള്ള ആൾക്കാരൊക്കെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ മനസ്സിലായി. ഓടിപ്പോയി നോക്കിയപ്പോൾ ദേ നല്ല ആക്റ്റീവാണ് കേട്ടോ. രാജാവ് മാത്രമല്ല, രാജ്ഞിയും അപ്പുറത്തുണ്ടായിരുന്നു. അങ്ങനെ 2 പേരും ഒരുമിച്ച് നടക്കുന്ന ഞാൻ കണ്ടു. അത് കണ്ട് അന്തം വിട്ട് വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. പിന്നെ നമ്മൾ എല്ലായിടത്തും വലിഞ്ഞു കയറാൻ പറ്റിയ ഒരാളെയാണ് കാണാൻ പോയത്. ഒരാള് മേലെ ഉണ്ടായിരുന്നു, ഒരാൾ താഴെ ഉണ്ടായിരുന്നു. ഈ ആൾ എന്തായാലും എനിക്കൊന്ന് നടന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആളെ നടത്താൻ കണ്ടപ്പോൾ തന്നെ അത്രയും നേരം ഒരു മൃഗങ്ങളെയും കാണാൻ പറ്റാത്തതിന്റെ സങ്കടം മാറി. എന്തോ ഭാഗ്യത്തിന് 5 മിനിറ്റ് മുന്നേ ആളെടുത്തെത്തി. ഇല്ലെങ്കിൽ ഇയാളും പോയിട്ട് കിടന്നേനെ. നിങ്ങൾ ഈ കാണുന്ന പോലെയല്ല കേട്ടോ, കുറേ ഇതിൻ്റെ ഉള്ളിൽ നടക്കാണ്ട്. ഓരോ ആനിമൽസിന്റെ സൈറ്റ്സും കിട്ടണമെങ്കിൽ കുറേ നടക്കണം. നമ്മൾ പിന്നെ വന്ന് പരിചയമുള്ള കൊണ്ട് കുറേ ഷോർട്ട് കട്ട് എടുത്തിട്ടാണ് നടന്നത്. ഇവിടെയും കണ്ടോ ഒരു റൈനോ വെള്ളത്തിന്റെ അടിയിൽ കിടക്കണേ. നമ്മൾ നടക്കണ പോലെയല്ലല്ലോ, നമ്മുടെ കൂടെ ഉള്ളവർ നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ. അപ്പൊ ഇങ്ങനെ നടക്കാൻ ആഗ്രഹിക്കണവര് വെള്ളവും സാധനങ്ങളൊക്കെ എടുത്ത് നടന്നോളൂ. അങ്ങനെ പോണ വഴിക്ക് ഇതാ ഇങ്ങനെ ഒരു മാനിയെ നമ്മൾ കണ്ടു. ഇതൊക്കെ എന്ത് ടൈപ്പ് മാനാന്ന് എന്നോട് ചോദിക്കരുത്. നെക്സ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോയത് ഇതാ ഈ ഒരു കരടീനെ കാണാനാണ്. ഇയാൾ ഞാൻ 2 കൊല്ലം മുന്നേ വന്നപ്പോഴും ഇങ്ങനെ തല തട്ടിക്കൊണ്ടിരുന്നു. ഇയാളും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ 2 കരടിക്കുട്ടന്മാരെയും കൂടി കണ്ട ശേഷം നമ്മൾ റിലാക്സ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം ഇപ്പം നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. അവർ മാത്രമല്ല നമ്മളും നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. ഈ സമയം കൊണ്ട് ഞാൻ സീക്കുട്ടിക്ക് ഫീഡ് ചെയ്തു. പപ്പിയും മോനും പുല്ലുകൂടി കുറേ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. ഇവർ 2ആളും കളിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ കുട്ടികളെ ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മളായിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ നമ്മൾ റിലാക്സ് ചെയ്യുന്ന സമയം കൊണ്ട് അവരവിടെ ഓടിക്കളിച്ച് റിലാക്സ് ചെയ്തു. ഇക്കുനൊരു 3 ദിവസം ലീവ് ഉണ്ടായിരുന്നു. ആ സമയം കൊണ്ടാണ് നമ്മൾ ഇവരെല്ലാവരും ഇവിടെ കാണിക്കാന്ന് പ്ലാൻ ചെയ്തത്. സൂ ഒക്കെ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഡേ ടൈം തന്നെ വേണം. അങ്ങനെ റിലാക്സേഷൻ ഒക്കെ കഴിഞ്ഞ് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും നടക്കാനറിയും. അപ്പോൾ ദേ ഇവിടുന്ന് എനിക്ക് കുറച്ച് ഷോർട്ട്സ് കിട്ടി. പിന്നെ നമ്മൾ കണ്ടത് ജിറാഫിനെയാണ്. ജിറാഫ് ഈ പറഞ്ഞ പോലെ നമുക്ക് പിടി തന്നില്ല. ആളും അപ്പുറത്ത് പോയിട്ട് ഇരിക്കായിരുന്നു. ശേഷം ഈ മാനുകളും മ്ലാവുകളൊക്കെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ സഫാരിയും ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വഴി നമ്മുടെ കൂടെ ഉള്ളവരെ കൺസിഡർ ചെയ്യണ്ടേ, അതുകൊണ്ട് നമ്മൾ അതൊക്കെ വിട്ടു. ഇത്രയും കാണുന്നതിനെക്കാട്ടും പ്രധാനം നമ്മളെ ഹെൽത്ത് തന്നെയാണ്. അങ്ങനെ ഹെൽത്ത് നോക്കി ഷോർട്ട് വഴി പിടിച്ചിട്ട് നമ്മളിതാ എക്സിറ്റിലേക്ക് നടക്കുകയാണ്. അങ്ങനെയാണ് നമ്മളിതാ ഈ നീർനായനെ കണ്ടത്. ഇയാളെ കുറച്ച് അപ്പുറത്തായിട്ട് മുതലകളും പാമ്പുകളും എല്ലാതും ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അപ്പം ഞാൻ ഈ കുട്ടി വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. ബൈ.